ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബെൽ ബട്ടൺ ആൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം 2024 വർഷം തുടങ്ങുമ്പോൾ അവിട്ടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചേക്കാവുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 2024 അവിട്ടം നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായ വിഷമതകൾ എല്ലാം കുറവുണ്ടാവും. അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. കൂടാതെ ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ നല്ല രീതിയിൽ ലഭിക്കുകയും ചെയ്യുന്നതാണ്. വിഷമതകൾ മാറുകയും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ കേൾക്കുകയും ചെയ്യുന്നതാണ്. സന്താനങ്ങൾക്ക് ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരും. അവരുടെ പഠന കാര്യങ്ങളിലേക്കായി പണം ചിലവഴിക്കേണ്ടതായ ഒരു സാഹചര്യവും വരുന്നതാണ്. കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയിക്കുവാൻ സാധിക്കുകയും വിജയം മാത്രമല്ല പ്രശസ്തി ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. അനാവശ്യമായ ചിന്തകളൊക്കെ മനസ്സിൽ നിന്നും വിട്ടൊഴിഞ്ഞ് പോകുന്നൊരു സമയമായിരിക്കും ഇത്. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷമങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങൾ ചിന്തകൾ എല്ലാം ഈ സമയത്ത് വിട്ടുമാറുന്നതാണ്. ഔദ്യോഗിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ വന്ന് പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. കുടുംബസ്വത്ത് അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. യാത്രകൾ കൂടുതലായി അനുഭവത്തിൽ വരുന്നൊരു കാലമായിരിക്കും ഇത്. ഭക്ഷണത്തിൽ അതൃപ്തി ഉണ്ടാവുകയും അല്ലെങ്കിൽ ഭക്ഷണ സുഖം കുറയുകയും ദന്തരോഗങ്ങൾ വന്ന് പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യങ്ങൾക്കായി യാത്രകൾ ചെയ്യേണ്ടി വരും. ബന്ധുജനങ്ങളുടെ ഗുണവർദ്ധനവ് പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. ആഡംബര കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ആഡംബരമായി ജീവിക്കുന്നതിലൊക്കെ താല്പര്യം വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂകളിൽ നല്ല വിജയം കരസ്ഥമാക്കുവാനും വിജയിക്കുവാനും സാധിക്കുന്നതാണ്. സാമ്പത്തികപരമായ ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചിലവ് വർദ്ധിക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായങ്ങൾ ലഭ്യമാകും. സുഹൃത്തുക്കളുടെ ഗുണാനുഭവങ്ങൾ ലഭിക്കും എന്നീ നല്ല ഫലങ്ങൾ കൂടി ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രധാനമായും അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഈ വർഷം ആഗ്രഹ സഫലീകരണമാണ് പൊതുവെ എടുത്തു പറയാനുള്ളൊരു കാര്യം. മനസ്സിലുള്ളതും നടക്കാതെ പോയതുമായ ആഗ്രഹങ്ങൾ ഈ സമയം സാധിക്കുന്നതായിരിക്കും. ദീർഘനാളത്തെ പല ആഗ്രഹങ്ങളും സഫലമാക്കുന്ന ഒരു വർഷമായിരിക്കും 2024 എന്നത്. അവിട്ടം ആദ്യ പകുതിയിൽ അതായത് മകരക്കൂറിൽ ജനിച്ചവർക്ക് വ്യക്തിജീവിതത്തിൽ ചെറിയ മാനസിക പിരിമുറുക്കം ഉണ്ടായെന്ന് വരാം. ചില സാഹചര്യങ്ങളിൽ അപമാനിതനാകുവാനും സാധ്യത കാണുന്നുണ്ട്. ഗൃഹത്തിൽ മോഷണ ശ്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
എന്നിവ ആ ഒരു സമയത്ത് ആ ഒരു മകരക്കൂറിൽ ജനിച്ച അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു 3 കാര്യങ്ങളാണ് അവിടെ കുറച്ച് ദോഷമായിട്ട് കാണുന്നത്. എന്നാൽ അവിട്ടം അവസാന പകുതിയിൽ കുംഭക്കൂറിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. സർക്കാർ ജോലിയിലൊക്കെ പ്രവേശിക്കുവാനായിട്ട് നിൽക്കുന്നവർക്ക് ആദ്യം കുറച്ച് തടസ്സങ്ങളുണ്ടാവും. എന്നാലും ആ തടസ്സങ്ങളെല്ലാം മാറി അതിനുശേഷം വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം പാഴാക്കാതിരിക്കുക എന്നുള്ളത് ഒരു കാര്യം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത ഒരു പ്രവർത്തനങ്ങൾക്കും വേണ്ടി സമയം കളയരുത് എന്നുള്ളതാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഭൂമിപരമായോ ഗൃഹനിർമ്മാണം എന്നിവയുമായി ബന്ധമുള്ള കാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള വിജയങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമായിരിക്കും ഇത്. ജീവിതത്തിൻ്റെ ചില സമയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ചെറിയ തർക്കങ്ങളോ ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാം. ഈ കുംഭക്കൂറുകാർക്ക് ഉണ്ടാകാം എന്നുള്ളതും കൂടെ മനസ്സിൽ വെച്ചേക്കുക. അവിട്ടം നക്ഷത്ര ജാതകർ ഈ സമയം ദോഷ പരിഹാരമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ചൊവ്വ, വെള്ളി എന്നിവയിൽ ഏതെങ്കിലും ദിവസം രക്തപുഷ്പാഞ്ജലി നടത്തുകയും കടുംപായസം നിവേദ്യമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായ ഒരു കാര്യമായിരിക്കും. കൂടാതെ തന്നെ അവിട്ടം നക്ഷത്ര ദിവസം ഈ ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന നടത്തുക, പഞ്ചദുർഗ മന്ത്രപുഷ്പാഞ്ജലി നടത്തുക, ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നീ വഴിപാടുകൾ കൂടി ചെയ്താൽ വളരെ ഉത്തമമായ ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പരിഹാര കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വച്ചിരിക്കുക. അതൊക്കെ ചെയ്യുന്നത് വഴി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. കഴിവതും വീഡിയോയുടെ കൂടെ, അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അശ്വതി നക്ഷത്രത്തിലെ ഒരാൾ വീഡിയോ കാണുമ്പോൾ അശ്വതി നക്ഷത്രത്തിൽ തന്നെ കമൻ്റ് ഇടാൻ ശ്രമിക്കുക. അശ്വതി നക്ഷത്ര ജാതകർ വേറെ ഏതെങ്കിലും നക്ഷത്രത്തിൽ കൊണ്ട് കമൻ്റ് ഇടാതിരിക്കാൻ ശ്രമിക്കുക. അത് എനിക്ക് മറുപടി തരണതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതുമല്ല, മറ്റൊരാൾ ഇട്ട കമൻറ്റിൻ്റെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാതിരിക്കുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും എനിക്കത്. അപ്പോൾ കമൻറ്റുകൾ ഇടുക. എല്ലാവർക്കും മറുപടി തരുന്നതായിരിക്കും സമയം കിട്ടുന്നത് പോലെ. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.